അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഡെയിലി ലൈഫിലും നമുക്ക് മോസ്റ്റ്ലി ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയത്ത് കാശ് തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി ആകെ പെടുമല്ലേ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുന്നത്? കാരണം മന്തിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ മണി എന്തായാലും കാശ് എന്തായാലും കുറയും. ആ ഒരു സമയത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാനും യൂസ് ചെയ്യും, നിങ്ങളും യൂസ് ചെയ്യും, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യും. പക്ഷേ എന്നാലും ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ആ ക്രൈറ്റീരിയ നിങ്ങൾക്ക് പലർക്കും അറിയാം, എന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. നമുക്ക് മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 30,000 രൂപ, അഥവാ 30,000 റുപ്പീസ് സാലറി വേണം ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പേ സ്ലിപ്പ് കാണിക്കണം. അതായത് ലാസ്റ്റ് 3 മാസത്തെ പേ സ്ലിപ്പ്, ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു 3 മാസത്തെ ഇൻകം നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 15,000 ആണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് വേറെ കുറച്ച് കാശ് വരുന്നു, 5,000 അവിടെ നിന്ന് വരുന്നു, 2,000 അവിടെ നിന്ന്, അങ്ങനെയാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ എ സിബിൽ സ്കോർ. നമ്മുടെ സിബിൽ സ്കോർ ഒരു ആവറേജ് സിബിൽ സ്കോർ ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 1000-ൽ 750 മാർക്സ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏതൊരു പേഴ്സൻ്റെയും മന്ത് എൻ്റെ ആകുമ്പോൾ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് കടം ചോദിക്കും. കാരണം സാലറിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് മന്ത് എൻ്റെ ആകുമ്പോൾ കഴിയാറുണ്ട്. പലരോടും കടം ചോദിക്കല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പം ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമുക്കറിയാം ഏതൊരു കാര്യം എടുത്താലും എന്തിനും നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളുണ്ടല്ലേ, പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഫ്രീഡം മണി മലയാളം ചാനൽ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് വിഷ്ണു. നമുക്ക് ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം, ഈസി ആക്സസ് ടു ക്രെഡിറ്റ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഓഫ് കോഴ്സ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണ എല്ലാവർക്കും തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് കാശില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് മണി ബാക്കപ്പ് എടുക്കാനൊക്കെ പറ്റും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. സെക്കൻഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ലീവ് ഓഫ് ക്രെഡിറ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ EMI പ്രോപ്പറായിട്ട് അടച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ ഏതൊരു സാധനം എടുത്താലും, ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഹോം ലോൺ എടുക്കുന്നവരുണ്ട്, വെഹിക്കിൾ ലോൺ എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡും. നമ്മൾ ഒന്നുമില്ലാണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കാർഡ് പേയ്മെൻറ്റ് തുക അടച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയൊരു ബെനിഫിറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇൻ കേസ് ഇനി ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു തുക കിട്ടാനും സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന EMI ഫെസിലിറ്റി. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് EMI ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സാധനം, ഇപ്പോൾ എനിക്കാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഐഫോൺ എന്ന ബ്രാൻഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ വേണോ, ഫ്രിഡ്ജ് വേണോ, വാഷിംഗ് മെഷീൻ വേണോ, AC വേണോ, അതൊക്കെ നിങ്ങൾക്ക് EMIയിലൂടെ സ്വന്തമാക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ. നാലാമത്തേതെന്ന് പറയുന്നത് വൗച്ചേഴ്സ് ആണ്. കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിലൊക്കെ അടച്ചു വരുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടും. ഈ ഓഫേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹോളിഡേ പാക്കേജ്, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി നമ്മുടെ വർക്ക് സ്ട്രെസ്സൊക്കെ മാറ്റാനായിട്ട് നമ്മൾ കൂടുതലും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഹോളിഡേ പാക്കേജസ് അവൈലബിൾ ആണ്. കൂടാതെ നമുക്കറിയാം ഫുഡ് ആൻഡ് ബെവറേജിലേക്ക് പോകുമ്പോഴത്തേനും അവിടെയും നിങ്ങൾക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും ഹാപ്പി അല്ലേ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ഓഫ് എക്സ്പെൻസസ്. നമുക്കൊരു എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കണക്ക് നമുക്ക് എപ്പോഴും നല്ലതാണല്ലേ. സോ അപ്പോൾ നമ്മൾ എത്ര രൂപ മുടക്കുന്നുണ്ടോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഡീറ്റെയിലും നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റും കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലൈക്ക് നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കെയർഫുൾ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാർഡ് എങ്ങനെയും ഡാമേജ് ആവുകയോ ലോസ്റ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും വറീഡ് ആവേണ്ട ആ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ന്യൂ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഇത്രത്തോളമുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. ഒരു 7 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം എന്തുകൊണ്ടും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാശില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം.
ഡിസഡ്വാൻറ്റേജിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഡ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ കാശില്ലാത്തവരാണ്. അപ്പോൾ കാശ് നമുക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഹെൽപ്ഫുള്ളായിട്ട് പോകുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് മിനിമം ഡ്യൂ എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലൂടെ നമുക്ക് സാധനം എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ വിഷമത്തിലാകത്തില്ലേ. സോ അത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. ചിലയിടത്ത് മിനിമം ഡ്യൂ കെട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ഹിഡൻ കോസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും തന്നെ ബാങ്കിലെ നോർമൽ കാർഡ് യൂസ് ചെയ്യുന്നവരാണ്, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് ഈ ആനുവൽ മന്ത്ലി കോസ്റ്റ്, പ്രോസസ്സിംഗ് ഫീ കോസ്റ്റ്, ആ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ബാങ്ക് കാശ് ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിലും പ്രോസസ്സിംഗ് ഫീ, ആനുവൽ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് പോകും. സോ ബി കെയർഫുൾ. നെക്സ്റ്റ് എന്ന് പറയുന്ന ഈസി ടു ഓവർ യൂസ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഓവർ എക്സ്പെൻസീവ് ആവും അല്ലേ. ബിക്കോസ് നമ്മൾക്കൊരു ലാവിഷ് ലൈഫൊക്കെ ആഗ്രഹം ഉള്ള ഒരു കാശ് ചുമ്മാ എടുത്ത് ഇങ്ങനെ കളയും. സോ അത് നിങ്ങളൊന്ന് ബിവെയർ ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കാശിന് ഒരു വാല്യൂ ഉണ്ട്, അത് നോക്കി മാത്രം ഉപയോഗിക്കുക. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം നമുക്ക് പലിശ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട്, കാരണം എല്ലാ മനുഷ്യർക്കും പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഡ്യൂ കെട്ടാൻ പറ്റത്തില്ല. അൺഫോർച്യുനേറ്റ്ലി ചിലപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് ഡ്യൂ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആകും. സോ അത് നിങ്ങൾ ബിവെയർ ആകുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. അപ്പോൾ ഈ ഫ്രോഡ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് പലർക്കും അറിയാം, എനിക്കും അറിയാം. സോ ഇപ്പോൾ ഒരു സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണല്ലേ. സോ നമുക്ക് ഒരു അൺവാണ്ടഡ് മെസ്സേജും അൺവാണ്ടഡ് കോൾസ് വരുമ്പോൾ പോലും നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കുക. സോ നമ്മുടെ കാർഡ് പോലത്തെ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. സോ അപ്പം വ്യക്തമായും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ഐഡിയാസും കുറച്ച് ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു. ഇനി കൂടാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇനി എങ്ങനെ പ്രോപ്പറായി യൂസ് ചെയ്യാമല്ലേ. അപ്പോൾ ഇത് കേട്ടിട്ട് ആരും പേടിക്കേണ്ട. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഏതൊരു സാധനം പർച്ചേസ് ചെയ്താലും നമുക്ക് എന്താണെങ്കിലും നമ്മളൊന്ന് കെയർഫുൾ ആകാനായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാണ്ട് ഡെയിലി പർച്ചേസിങ് ഒഴിവാക്കുക. കാരണം ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് കടം കൂടാൻ സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട്, അതായത് നമുക്ക് ഏതൊരു മനുഷ്യനും നമുക്ക് താങ്ങാൻ പറ്റുന്നതുണ്ടല്ലേ, നമ്മുടെ ലിമിറ്റേഷൻ ഉണ്ട്. കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന പോലെ നമ്മുടെ ലിമിറ്റേഷൻസിൽ മാത്രം അത് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ബേർഡൻ ആകില്ല. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. കൂടാതെ നമുക്കറിയാം നമുക്ക് ലൈഫിൽ എമർജൻസി വരാത്ത മനുഷ്യരില്ല. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഒരു 100% നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ നിങ്ങളൊരു 40% മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡ്യൂ വരുവാണെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് അടച്ച് തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഡ്യൂ ഇങ്ങനെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു വലിയ ബേർഡൻ ആവും. സോ ക്രെഡിറ്റ് കാർഡ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിങ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തു. കൂടാതെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും ഷെയർ ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ആപ്പ് മറക്കാതെ ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് വിഷ്ണു.